Morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എന്തൊക്കെയുണ്ട്? സുഖാണോ? സുഖം മിസ്. മിസ്സിന കുഴപ്പമില്ലല്ലോ. എല്ലാരും ഭക്ഷണം കഴിച്ചോ? കുഴപ്പമില്ല ഹസീന, ഇങ്ങനെയൊക്കെ പോണു. കഴിച്ചോ? കഴിച്ചു മാം, കഴിച്ചു. നമ്മളുടെ ഒക്കെ ഒരു വർഷം തീരാറായല്ലേ? നവംബർ ഏകദേശം പകുതിയാറേ. 2025 എത്ര പെട്ടെന്ന് പോയത്. അടുത്ത മാസം ക്രിസ്മസ് ആണ് അല്ലെ? വർഷങ്ങളും മാസങ്ങളും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരാം. എനിക്ക് തോന്നുന്നു 2024 മുതൽ തന്നെ ഇങ്ങനെയാണ് അല്ലെ? വേഗം വേഗം പോകുന്നുണ്ട് മാസങ്ങൾ. ഒന്നിനും സമയം തികയണില്ല. ആ ഏജും കൂടുന്നുണ്ടല്ലേ? വേഗം പോട്ടേന്നോ? എങ്ങോട്ട് പോകാനാണ് അശ്ലി? വല്ലം വർഷങ്ങൾ വേഗം പോയിട്ട് എന്തിനാ? മതിയായോ ഭൂമിയിൽ ജീവിച്ചത്? ഇപ്പൊ ഭൂമിയിൽ ജീവിക്കുന്നതായിട്ട് ഏറ്റവും സുഖം തോന്നുന്നു അല്ലെ? അടുത്തൊരു ആഫ്റ്റർ ഡെത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ആരും ഇത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നമുക്ക് അറിയില്ല അല്ലെ? ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച് ആരെങ്കിലും അറിയാമോ? അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ എന്താണ് ഊഹാപോഹങ്ങളാണ് അല്ലെ? കാര്യം എന്താണ് തിയറീസിലൊക്കെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ആരെങ്കിലും മരിച്ചവരെ കണ്ടിട്ടുണ്ടോ? മരിച്ചവർ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാമോ? ആരും ഒരു റിയൽ ആയിട്ടൊരു മരിച്ച ഒരാളെ കണ്ടിട്ടില്ല അല്ലെ? ഒരു പ്രൂഫും ഇല്ല. അപ്പൊ അതറിയില്ല അല്ലെ? നമ്മൾ പോകുമ്പോ മാത്രം നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയാൻ പോകുന്നു. നിങ്ങൾ എങ്ങനെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നവരാണോ?
Yes. Okay. എന്നാൽ സ്മാർട്ട് സ്പെല്ലിംഗ് എല്ലാ ആഘോഷവും ആഘോഷിക്കും, എല്ലാ പ്രോഗ്രാംസും. കരോളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് കാലം ഉണ്ടാവട്ടെ അല്ലെ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ലേബർ റൂം തുടങ്ങിയായിരുന്നില്ലേ? അവിടെ വരെ പറഞ്ഞോ? ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്, ഇൻഫെക്ഷൻ കൺട്രോൾ പറഞ്ഞോ? ജസ്റ്റ് പറഞ്ഞു വെച്ചു. കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോ നമ്മൾ കുറച്ചായല്ലേ, സെക്കൻഡ് മൊഡ്യൂളൊക്കെ ആയി. നിങ്ങൾക്ക് ക്ലാസ്സുകളും നമ്മുടെ ക്ലാസ് ഒക്കെ ഓക്കെയാണ് എല്ലാവർക്കും, എല്ലാ ടീച്ചേഴ്സിന്റെയും? ഓക്കെ. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാവർക്കും? ഇല്ല? ശരി. നെക്സ്റ്റ് നോക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ഇതെല്ലാം ലേബർ റൂം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലേബർ റൂമിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസും വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? Infection control refers to the policies and procedures used to reduce the risk caused owing to infection spreads, especially in healthcare facilities. Special attention and standard practice should be followed for cleaning the labor room. For infection control practices in labor and delivery rooms, place in the patients, infants as well as the healthcare staff at risk. നമ്മളിത് പറഞ്ഞു തോന്നല കഴിഞ്ഞ ക്ലാസ്സില്. എന്തിനാണ് ലേബർ റൂമിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് നമ്മൾ കൊടുക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ അറ്റൻഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ? പ്രത്യേകിച്ച് ലേബർ പേഷ്യൻസിനും അതേപോലെ തന്നെ ശിശുക്കൾക്ക്, ഇൻഫാൻസിനും ഒരേപോലെ തന്നെ എന്താണ് അവരുടെ സുരക്ഷയെ മുൻകൂട്ടി കൊണ്ട് തന്നെയാണ് നല്ല രീതിയിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസുകൾ ലേബർ റൂമിനകത്ത് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റും എന്താണ് കൃത്യമായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതും അത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോളും വേസ്റ്റ് മാനേജ്മെന്റും ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള പോയിന്റ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഇൻഫാൻസിനും അടക്കം ഒരേപോലെ തന്നെ റിസ്ക് അനുഭവപ്പെടേണ്ടി വരും. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസും അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസുകളും ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് ലേബർ റൂംസില് ലേബർ ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സ്റ്റാഫ് കളക്ടിംഗ് വേസ്റ്റ് ഷുഡ് ബി വെയർ യൂട്ടിലിറ്റി ഗ്ലൗസസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. സ്റ്റാഫ് കളക്ടിംഗ് വേസ്റ്റ് ഷുഡ് വെയർ യൂട്ടിലിറ്റി ഗ്ലൗസസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. സ്റ്റാഫുകൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ധരിച്ചിരിക്കണം? യൂട്ടിലിറ്റി ഗ്ലൗസുകളും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസുകളും നിർബന്ധമായി ധരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ലേബർ വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്താണ് യൂട്ടിലിറ്റി ഗ്ലൗസസുകളും ക്ലോസ്ഡ് ഷൂസും ധരിച്ചിരിക്കുക. Then waste to be gathered in a leak-proof containers. Waste to be gathered in a leak-proof containers. വേസ്റ്റ് നമ്മൾ എന്തിലാണ് കൊണ്ടുപോകേണ്ടത്? ഇങ്ങനെയുള്ളതിലാണ് കൊണ്ടുപോകേണ്ടത്. യെസ്, ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ മാത്രമായിരിക്കണം വേസ്റ്റുകൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ. Then waste should be clear for disposal when 3-4 inch full. Waste should be clear for disposal when 3-4 inch full. നമുക്കറിയാം ആ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ആ ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗുകൾ ഫുൾ ആവുന്നതിന് മുമ്പായിട്ട്, അതായത് വേസ്റ്റ് നിറഞ്ഞ് തുളുമ്പി പുറത്തോട്ട് പോവാതെ തന്നെ ഒരു 3-4 ഇഞ്ച് ഫുൾ ആവുന്ന സമയത്ത് നമ്മൾ അത് എന്ത് ചെയ്യണം? അത് ഡിസ്പോസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ വെൻ 3-4 ഇഞ്ച് ഫുൾ. 3-4 ഇഞ്ച് ഫുൾ ആവുന്ന സമയത്ത് തന്നെ എന്താണത് വ്യക്തമായിട്ടുള്ള രീതിയിൽ പുറത്തേക്ക് പോവാത്ത രീതിയിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. ഓക്കെ. യെസ്. Then waste should be separated into infectious and non-infectious waste. Waste should be separated into infectious and non-infectious waste. എന്താ പറയുന്നത്?
വേസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അല്ലെ. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്? ഇൻഫെക്ഷ്യസ് വേസ്റ്റസ് എന്നും നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റസ് ഏതൊക്കെയെന്ന രീതിയിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. എല്ലാം കൂടി ഒരുമിച്ചല്ല ഇടേണ്ടത്. എങ്ങനെയായിരിക്കണം? ഒന്ന് ഇൻഫെക്റ്റഡ് ആയതും മറ്റത് എന്താണ് നോൺ ഇൻഫെക്റ്റഡ് ആയിരുന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ. Then disinfect with the bleaching mixture followed by washing and autoclave. Disinfect with the bleaching mixture followed by washing and autoclave. നമ്മൾ എന്തുപയോഗിച്ചിട്ടായിരിക്കണം അമിതമാക്കേണ്ടത്? എന്തുപയോഗിച്ചുകൊണ്ടിട്ടായിരിക്കും? ഏത് മിക്സ്ചർ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട്? എന്താണ്? ഏത് മിക്സ്ചർ ആണ് വാഷിംഗ് പർപ്പസിനായിട്ട് ഉപയോഗിക്കേണ്ടത്? ബ്ലീച്ചിങ് പൗഡർ അല്ലെ. ഡിസിൻഫെക്ട് ചെയ്യുന്നതിന് വേണ്ടി ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിക്കുന്നത്. ഓട്ടോക്ലേവ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ജംഫ്രീസ് അലർജൻസിനെ നമ്മൾ നീക്കം ചെയ്യേണ്ടത്. Then biomedical waste management standard procedures must be followed. Biomedical waste management standard procedures must be followed. അതായത് നമ്മുടെ നോർമൽ വേസ്റ്റ്സ് കളയുന്നത് പോലെയല്ല ബയോമെഡിക്കൽ വേസ്റ്റ്സുകൾ കളയുന്നത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതുപോലെ ആയിരിക്കണം, ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം ബയോമെഡിക്കൽ വേസ്റ്റ്സുകൾ നമ്മൾ നീക്കം ചെയ്യുന്നത്. ഓക്കെ. മറ്റു വേസ്റ്റ്സുകളെ പോലെയല്ല. ബയോമെഡിക്കൽ വേസ്റ്റ് എന്നൊരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അതെങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത്, അതിന്റെ പ്രോട്ടോകോൾസ് ഒക്കെ എങ്ങനെയാണ് പഠിക്കും. ഓക്കെ. അപ്പൊ നോക്കാം ഒന്നുകൂടി. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാഫുകൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് യൂട്ടിലിറ്റി ഗ്ലൗസും ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസും ധരിക്കുക. പിന്നെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലേക്ക് വേണ്ട. ഇതൊന്നും സിമ്പിൾ അല്ലല്ലോ, പോയിന്റ്സ് നോട്ട് ചെയ്യണ്ട. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ പോലും മനസ്സിലാവും. ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ കൊണ്ടുപോവുക. പിന്നെ വേസ്റ്റ് ക്ലിയർ ചെയ്യുന്നത് എപ്പോഴാണ്? 3-4 ഇഞ്ച് ഫുൾ അല്ലെ, 3-4 ഇഞ്ച് ഫുൾ ആവുന്ന സമയത്ത് വേസ്റ്റുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് ഡിസ്പോസ് ചെയ്യാം. വേസ്റ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഇൻടു ഇൻഫെക്ഷൻസ് എന്നും നോൺ ഇൻഫെക്ഷൻ വേസ്റ്റ് എന്ന രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കണം നീക്കം ചെയ്യുന്നത്. അത് ഡിസിൻഫെക്ട് ചെയ്യുന്നതിനായിട്ട് ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിക്കുക. ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് മാത്രം ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മളത് ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ന്യൂ ബോൺ കെയർ ആണ് അല്ലെ. ന്യൂ ബോൺ കെയർ. ആരാണ് ന്യൂ ബോൺ? ന്യൂ ബോൺ ബേബീസ് അല്ലെ. ന്യൂ ബോൺ ബേബി, നവജാത ശിശുക്കൾ. ഓക്കെ, യെസ്. Necessary care at birth of a newborn is compulsory for all labor rooms and obstetrics OT of the delivery part. Well qualified pediatricians, staff nurses, and support staff are needed. The service given at newborn care facilities consists of care at birth, basic care and stabilization of sick newborn, resuscitation, displaying of vitals, immunization services, check for any inborn irregularities, breastfeeding and feeding support, looking to of high risk newborn, reference services, etc. Okay, so നമ്മള് ലേബർ റൂമിലെ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട മറ്റൊരു വിഭാഗമാണ് എന്താ? ന്യൂ ബോൺ കെയർ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അതെല്ലാ ലേബർ റൂമിലും കമ്പൽസറി ആയിട്ട് പ്രത്യേകിച്ച് എന്താണ് നവജാത ശിശുവിന്റെ പരിചരണം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. ഓക്കെ, ഇവിടെ നവജാത ശിശുക്കൾ അല്ലെങ്കിൽ ന്യൂബോൺ കെയർസിനെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിദഗ്ധരായിട്ടുള്ള ഒരു സംഖ്യം തന്നെ ഉണ്ടായിരിക്കും. ആരൊക്കെയാണത്? വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻസ് ഉണ്ടായിരിക്കും, സ്റ്റാഫ് നഴ്സസുകൾ ഉണ്ടായിരിക്കും, അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫ്സുകൾ ന്യൂബോൺ കെയർ ഫെസിലിറ്റീസിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, യെസ്. എന്തൊക്കെ തരത്തിലുള്ള ന്യൂബോൺ കെയർ ഫെസിലിറ്റീസ് ആണ് ഇവിടെ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? കെയർ അറ്റ് ബർത്ത്. കെയർ അറ്റ് ബർത്ത് എന്താണ്? കെയർ അറ്റ് ബർത്ത് ജനന സമയത്ത് കുഞ്ഞിന്റെ പരിചരണം അല്ലെ. ഇതിന് വേണ്ട രീതിയിലുള്ള എല്ലാത്തരം പരിചരണങ്ങളും ന്യൂബോൺ കെയറിലാണ് കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, കെയർ അറ്റ് ബർത്ത് അതായത് കുഞ്ഞിന്റെ ജനന സമയത്തിൽ കൃത്യമായ രീതിയിലുള്ള പരിചരണം, അത്തരം ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ
ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. ആർക്കാണ് ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ കൊടുക്കുന്നത്? എങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ്? എങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ്? അസുഖമുള്ള എന്തെങ്കിലും അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ രീതിയിലുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നു. യെസ്, അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനകൾ കൊടുക്കുന്നു അല്ലെങ്കിൽ പരിചരണം കൊടുക്കുന്നു അല്ലെ. നെക്സ്റ്റ് വൺ, yes, sick newborns. Then resuscitation. Resuscitation process. എന്താണ് resuscitation process? അതെങ്ങനെ ന്യൂ ബോൺ കെയറിൽ പറയണം നമ്മള്? ന്യൂ ബോൺ കെയറിൽ എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നത്? ഏത് സിറ്റുവേഷൻ ആണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റീസസിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, പുനരുജ്ജീവനം കൊടുക്കുന്നത്? യെസ്, അൺഎബിൾ ടു ബ്രീത്ത്. അതെ, ഫസ്റ്റ് എയ്ഡ് തന്നെയാണ്. അൺഎബിൾ ടു ബ്രീത്ത് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെ. ചില സമയത്ത് കുഞ്ഞുങ്ങള് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസിലൊക്കെ അല്ലെ, ജനിച്ചതിന് ശേഷം ചിലപ്പോ ശബ്ദമൊന്നും വെക്കാം, ചിലപ്പോ കരയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ചിലപ്പോ ഒരു തരത്തിലുള്ള ചലനങ്ങൾ അവർക്ക് ഉണ്ടാവില്ല അല്ലെ, ബ്രീത്തിങ് ഇഷ്യൂസ് കാണിക്കും. ആ സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, നഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ കുഞ്ഞുങ്ങളെ പുറത്തിട്ടിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കും കണ്ടിട്ടില്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപാട് പ്രാവശ്യം അവര് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ കൃത്രിമമായിട്ടുള്ള രീതിയിൽ അവർക്ക് ശ്വാസോച്ഛ്വാസം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമായിരിക്കും. അതൊരു പ്രൊസീജിയർ ആണ്. റീസസിറ്റേഷൻ എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് CPR കൊടുക്കുകയാണ് അല്ലെ. പിന്നെ ഒരുപാട് നേരം ശ്രമിച്ചതിന് ശേഷമായിരിക്കുള്ളൂ ചില കുഞ്ഞുങ്ങൾ അതിൽ രക്ഷപ്പെടും. ചില കുഞ്ഞുങ്ങൾ എന്താണ്, ചില സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് ചിലപ്പോൾ ലങ്സിന് വികാസം കുറവ് അങ്ങനെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് മരണപ്പെടാനായിട്ട് കാരണമായേക്കാം. എന്നിരുന്നാലും എന്താണ്, പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഡോക്ടേഴ്സും നഴ്സുമാരും പല പ്രാവശ്യം അവരിങ്ങനെ ഷേക്ക് ചെയ്ത് ആ കുഞ്ഞ് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, യൂട്യൂബ്സിലൊക്കെ ഒരുപാട് വീഡിയോസ് അങ്ങനെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് എന്ത് റിസസിറ്റേഷൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ന്യൂ ബോൺ കെയറിലെ കുട്ടികള് പ്രത്യേകിച്ച് ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം പൂർണ്ണമായിട്ട് അൺഎബിൾ ടു ബ്രീത്ത് എന്ന സിറ്റുവേഷൻസിലാണ് റിസസിറ്റേഷൻ പ്രൊസീജിയേഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. Then displaying of vitals. അടുത്ത ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്. എന്താണ്? കുഞ്ഞിന്റെ വൈറ്റൽ സയൻസുകൾ മോണിറ്റർ ചെയ്യുന്നത് അല്ലെ, പൾസ്, ഹാർട്ട് ബീറ്റ് എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ടെമ്പറേച്ചർ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് വൈറ്റൽ സയൻസുകൾ മോണിറ്റർ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇമ്മ്യൂണൈസേഷൻ സർവീസസ്. ഇമ്മ്യൂണൈസേഷൻ സർവീസസ് എന്താണ്? പ്രതിരോധ കുത്തിവെപ്പുകൾ അല്ലെ. കുഞ്ഞ് ജനിച്ച ഉടനെ നമ്മൾ എടുക്കുന്ന കുത്തിവെപ്പ് ഏതാണ്? കുഞ്ഞ് ജനിച്ച ഉടനെ എടുക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയാലോ, കുഞ്ഞ് ജനിച്ച ഉടനെ എടുക്കുന്ന വാക്സിനേഷൻ ഏതാണ്? യെസ്, BCG ആണ് അല്ലെ. BCG വാക്സിൻ ആണ് അല്ലെ. ഓക്കെ, എന്തിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ BCG വാക്സിൻ എടുക്കുന്നത്? യെസ്, വെരി ഗുഡ്. എന്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് BCG വാക്സിൻ എടുക്കുന്നത്? പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർകുലോസിസ് അല്ലെ. ട്യൂബർകുലോസിസിൽ നിന്നൊരു പ്രതിരോധമായിട്ടാണ് നമ്മൾ BCG വാക്സിൻസ് എടുക്കുന്നത്. ഓക്കെ, യെസ്. ട്യൂബർകുലോസിസ് അറിയാലോ, TB. ഓക്കെ, വിവിധ തരത്തിലുള്ള ഇമ്മ്യൂണൈസേഷൻ സർവീസസുകള് ജനിച്ച ഉടനെ എടുക്കുന്ന വാക്സിൻസ് ഉണ്ട്, അല്ലാതെ പിന്നെ എന്താണ് വീക്കിലി എടുക്കുന്ന വാക്സിൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ സർവീസിൽ ആദ്യം എടുക്കുന്ന ഇഞ്ചക്ഷൻ ആണ് എന്താ? BCG എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സർവീസസുകളും നമ്മുടെ ന്യൂ ബോൺ കെയർ ഫെസിലിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി. എന്താണ് ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി എന്ന് പറയുന്നത്? ജനന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലെ ക്രമക്കേടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻബോണിൽ ലഭിക്കുന്ന ചിലപ്പോൾ ഇൻബോൺ ഇറഗുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഡിഫക്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ചിലപ്പോ കാഴ്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ് ഐ ഡിഫക്റ്റ് ഉണ്ടാവാം, കേൾവി ശക്തി കുറവ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ചിലപ്പോ ആദ്യത്തെ ആ സമയത്ത് തന്നെ ചിലർക്ക് നമുക്ക് ചിലപ്പോ അത് മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളും കാണാം, ശാരീരികമായിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫക്ട്സും ചിലപ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, ചില കുഞ്ഞുങ്ങൾ ജനിച്ച് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചില കുഞ്ഞുങ്ങൾക്കാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ കേൾവിശക്തി കാഴ്ചശക്തിയൊക്കെ കുറവായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ്
അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും കൃത്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചികിത്സകളോടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് ഫീഡിംഗ് സപ്പോർട്ട്. അമ്മമാർക്ക് വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങും ഫീഡിംഗ് സപ്പോർട്ട്സ്. ഇപ്പോ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ ന്യൂബോൺ കെയർ ഫെസിലിറ്റീസിലെ സ്റ്റാഫ്സുകളാണ് അമ്മമാർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. യെസ്. Then look into high risk of newborn. Look into high risk newborn. ആരാണ് ഹൈ റിസ്ക് ന്യൂബോൺ എന്ന് പറയുന്നത്? ഉയർന്ന അപകട സാധ്യതയുള്ള നവജാത ശിശുക്കൾ അല്ലെ. ഉയർന്ന അപകട സാധ്യത എന്ന് പറയുമ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ ആയിരിക്കും അത് ഹൈ റിസ്ക് എന്ന് പറയുമ്പോ? പ്രധാനമായിട്ട് എന്ത് വരാം? ഡിസബിലിറ്റീസ് ഉണ്ടാവാം, ഹാർട്ട് ഇഷ്യൂസ് വരാം. പിന്നെ ചില കുഞ്ഞുങ്ങള് നേരത്തെ ജനിക്കുന്നവരുണ്ട് അല്ലെ, പ്രീമച്ചർ ആയിട്ടല്ലേ. അന്നപ്പിത്തം പോലുള്ള കാര്യങ്ങളൊക്കെ. യെസ്, പ്രീമച്ചർ ബേബീസ് ഉണ്ടാവാം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള അത്തരം സിറ്റുവേഷൻ ഉയർന്ന അപകട സാധ്യതയുള്ള കുട്ടികൾക്ക് എന്താണ് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പരിചരണങ്ങളായിരിക്കും അവിടെ കൊടുക്കുന്നത്. ഓക്കെ. ദെൻ റെഫറൻസ് സർവീസസ്. റെഫറൻസ് സർവീസസ്. ഓക്കെ. ആണോ മേഘ? എത്ര മാസമുള്ളപ്പോഴാണ് കുഞ്ഞ് ജനിച്ചത് മേഘ? 6 മന്തില്. ഓക്കെ. യെസ്. ഇപ്പൊ എത്ര വയസ്സായി കുഞ്ഞിന്? 2 വയസ്സ്. അപ്പൊ കുഞ്ഞ് ഓക്കെ ആണോ? ജനിച്ച സമയത്ത് എത്ര ഉണ്ടായിരുന്നു വെയിറ്റ്? ആ സമയത്ത് 6 മന്തില് എത്രത്തോളം വെയിറ്റ്സ് ഉണ്ടായിരുന്നു? എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വന്നിട്ടാണോ? തനിക്ക് എന്തായിരുന്നു കോംപ്ലിക്കേഷൻ? എന്തായിരുന്നു? പറയാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. മൈക്ക് ഓൺ ആക്കണോ? പറഞ്ഞോളൂ. മീൻസ് എനിക്ക് 6 മന്തിലെ ബേബിക്ക് യൂട്രസ് വികസിച്ചു പോയി. അപ്പൊ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ മാം പറഞ്ഞു വേഗം ഡെലിവറി ചെയ്യണം. അങ്ങനെ നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. 2 മന്ത് ബേബി NIC-യിലൊക്കെ ആയിരുന്നു. ശരി കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? ഇല്ല, ഒന്നും കുഴപ്പമില്ല. ഇവിടുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ശരി, ഓക്കെ. ശരി, ഓക്കെ. നെക്സ്റ്റ് വരുന്ന എന്താണ്? റെഫറൻസ് സർവീസസ് എക്സെട്ര. റെഫറൻസ് സർവീസസ് എന്തൊക്കെയാണ്? റെഫറൻസ് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ന്യൂബോൺ കെയറിലെ റെഫറൻസ് സർവീസസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പറയാ. നമ്മൾ വേറെ ഏതൊക്കെ ചാപ്റ്ററിലൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്. റെഫറൻസ് സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഷിഫ്റ്റിംഗ് ആണ് അല്ലെ. ഇപ്പൊ കുഞ്ഞുങ്ങളെ ചിലപ്പോ എന്താണ് ആ ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ചിലപ്പോ എന്തെങ്കിലും കെയർ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ അനന്തർ ഫെസിലിറ്റീസിലേക്കോ അല്ലെങ്കിൽ NIC-യിലൊക്കെ എന്താണ് പേഷ്യൻസിനെ നമ്മൾ മാറ്റും. ഓക്കെ. യെസ്. അപ്പോ നോക്കാം ഒന്നുകൂടി എന്തൊക്കെയാണ് ന്യൂബോൺ കെയർ ഫെസിലിറ്റീസിൽ കൺസിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് കെയർ അറ്റ് ബർത്ത്, basic care at stabilization of sick newborn, resuscitation process, displaying of vital signs, immunization services, the check of any newborn irregularities, breastfeeding and feeding support, then looking into high risk newborn and reference services, etc. Okay. Clear ആണോ newborn care? ഇനി നെക്സ്റ്റ് വരുന്നത് for proper newborn care, things required to be done. For proper newborn care, things to be required to be done. ന്യൂബോൺ കെയർ നമ്മൾ സാധാരണ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് അല്ലെ. അപ്പോൾ അത് വളരെ ഏറ്റവും കൂടുതൽ പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കണം ഓരോ സ്റ്റാഫുകളാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എന്താണ് വളരെ കെയർഫുൾ ആയിട്ട് വേണം കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പെട്ടെന്ന് തന്നെ അവർക്ക് ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ.
യെസ്. അപ്പൊ അത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ന്യൂബോൺ ഹാൻഡ്ലിംഗ് ചെയ്യുന്നതെന്നാണ് ഇനി നോക്കുന്നത് കേട്ടോ. ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. അറിയാം അല്ലെ, ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് നിർബന്ധമായിട്ട് നമ്മൾ കൈകൾ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കൃത്യമായിട്ടത് നല്ല രീതിയിൽ കൈകൾ ശുചിയാക്കിയിട്ട് വേണം കുഞ്ഞിനെ എടുക്കാനായിട്ട്. Then grooming the baby with the mother. Grooming in the baby with the mother. ഇവിടെ എന്താണ് ഈ ഒരു സെന്റൻസിൽ പറയുന്നത്? Grooming in the baby with the mother. നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് പറഞ്ഞേ, അത് തന്നെ നോക്കണം. അമ്മയ്ക്കൊപ്പമുള്ള കുഞ്ഞിന്റെ മുറി അല്ലേ? യെസ്. അതായത് അമ്മയെ കുഞ്ഞിന് കൊടുക്കുന്ന ആ ഒരു റൂം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വളരെ കെയർഫുൾ ആയിട്ട്, പ്രത്യേകിച്ച് ഒരു ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം അമ്മയും കുഞ്ഞും ഇരിക്കേണ്ട മുറി ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്ന തരത്തിൽ യാതൊരു സിറ്റുവേഷൻസ് പോലും ആ ഒരു എൻവയോൺമെന്റിൽ പോലും ഉണ്ടാകാനായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കണം അത് ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ കീപ്പിംഗ് ദ ബേബി വാം. തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? കീപ്പിംഗ് ദ ബേബി വാം. കുഞ്ഞിനെ നമ്മൾ നല്ല രീതിയിലുള്ള ചൂട് നിലനിർത്തണം. എങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ചൂട് നിലനിർത്തേണ്ടത്? കീപ്പിംഗ് ദ ബേബി വാം. പ്രീമച്ചുർ ആയിട്ടുള്ള ബേബീസിന് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ? ഓക്കെ, ദെൻ എക്സ്ട്രാ. ഇവിടെ എക്സ്ട്രാ എന്നാണ് ടെക്സ്റ്റിൽ കിടക്കുന്നത്, തെറ്റാണ്. എക്സ്ട്രാ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ ടു ദ ടെമ്പറേച്ചർ ഇൻ പ്രീടേം ആൻഡ് LPW ബേബി. ഇവിടെ എന്താ പറയുന്നത്? എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാണ്? പ്രത്യേകിച്ച് പ്രിമച്ചുർ ആയിട്ടുള്ള LPW ബേബി എന്ന് പറയുന്ന ആരാണ്? ലോ ബർത്ത് വെയിറ്റ്. കേട്ടോ, ശ്രദ്ധിക്കണം. ആ പോയിന്റ് അറിയാത്തവരൊന്ന് എഴുതി വെച്ചേ. LPW എന്ന് പറയുന്നത് എന്താണ്? ലോ ബർത്ത് വെയിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ എത്ര ആയിരിക്കുള്ളൂ? ലെസ് ദാൻ എത്ര ആയിരിക്കുള്ളൂ? ഏറ്റവും വെയിറ്റ് കുറവെന്ന് പറയുന്നത് ഒരു നോർമൽ വെയിറ്റ് എത്ര ആയിരിക്കും കുഞ്ഞിന്റെ? 1 kg. നോർമൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1500 ആണോ? രണ്ടിന്റെ മുകളിലൊക്കെ എന്താണ്? നോർമൽ വെയിറ്റ്സ് ആണ്. 2500 അതിന്റെ മുകളിലൊക്കെ എന്താണ്? നോർമൽ വെയിറ്റ് ആണ്. അതിന് താഴേക്ക് വരുമ്പോഴാണ് എന്ത്? അതിന് നമ്മളെ വെയിറ്റ്, ഇങ്ങനെ വെയിറ്റ് കുറവാണെന്ന രീതിയിൽ നമ്മൾ അതിനെ മെൻഷൻ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയുള്ള പ്രീമച്ചുർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺ ബർത്ത് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ്? പ്രത്യേക രീതിയിലുള്ള കെയർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ LBW എന്നുള്ളത് പഠിക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കുന്നുണ്ട്. ലോ ബർത്ത് വെയിറ്റ്. ഓക്കെ, then keep the cord dry and clean. Keep the cord dry and clean. What is mean cord? Yes, umbilical cord ആണ് അല്ലെ? umbilical cord അതാണ് നമ്മുടെ പൊക്കിൾ കൊടി അല്ലെ? യെസ്. ഇങ്ങനെ പൊക്കിൾ കൊടിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? വളരെ ഡ്രൈ ആയിട്ട് ക്ലീൻ ആയിട്ട് അത് വെക്കുന്നത്. അതായത് നോർമലി അതാണ് തന്നെ വിട്ടു പോകുന്ന സാധനമാണ് അല്ലെ? അതായത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് നോർമലി തന്നെ വിട്ടുന്നു പോകുന്നതാണ്. ചില കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പോകും, ചില കുഞ്ഞുങ്ങൾക്ക് എന്താണ് കുറെ ദിവസം എടുത്തിട്ടായിരിക്കും ഉള്ളത് ഡ്രൈ ആയിട്ട് വിട്ടുപോകും. എന്നിരുന്നാലും ആദ്യത്തെ ആ ഒരു കുറച്ച് സമയങ്ങളിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടത് നോക്കേണ്ടത്. അവർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരു ടേപ്പ് വെച്ചിട്ടായിരിക്കും ഇത് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അതെപ്പോഴും എങ്ങനെയായിരിക്കണം? ഇപ്പൊ വെള്ളമൊക്കെ വെച്ച് തുടക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും വളരെ ക്ലീൻ ആയിട്ട് ഒരു ആ ഏരിയ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. കാരണം എന്താണ്? എന്തെങ്കിലും ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനാണെങ്കിൽ എന്തെങ്കിലും പഴുപ്പൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. അതെപ്പോഴും എങ്ങനെയാണ്? വളരെ ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും ആയിരിക്കണം അംബ്ലിക്കൽ കോർഡ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ഓക്കെ. Then the care provider should perceive the newborn at given intervals after delivery. The care provider should perceive the newborn at given intervals after delivery. എന്താ പറയുന്നത്? ആ കെയർ പ്രൊവൈഡേഴ്സ് ഒരു കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ, നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ കുഞ്ഞിനെ എന്താണ് കൃത്യമായിട്ടുള്ള ഇടവേളയിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിനെ അതിനനുസരിച്ചുള്ള കെയർ കൊടുക്കേണ്ടതാണ്. കെയർ ഗിവേഴ്സ് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫുകളാണ് അല്ലെ? വളരെ നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിലായിരിക്കും കുഞ്ഞിനെ നമ്മൾ ആഫ്റ്റർ ദ ഡെലിവറി കുഞ്ഞിനെ നമ്മൾ കെയർ ചെയ്യുന്നത്. ഓക്കെ, പ്രോപ്പർ ന്യൂബോൺ കെയർ ആണ് നമ്മൾ നോക്കിയത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോപ്പർ ന്യൂബോൺ കെയറിൽ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്വിറ്റ് വാഷ് ഹാൻഡ്സ് അല്ലെ? കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് കൈകൾ വാഷ് ചെയ്യുക.
കുഞ്ഞിന്റെ ഒപ്പമുള്ള അമ്മയോടൊപ്പമുള്ള കുഞ്ഞിന്റെ റൂം എപ്പോഴും എങ്ങനെയായിരിക്കണം, ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ കുഞ്ഞിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ചൂട് നിലനിർത്തുക. പ്രത്യേകിച്ച് LPW ബേബീസ് ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടുള്ള എക്സ്ട്രാ കെയർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ എന്താണ് അംബിക്കൽ കോഡ്സ് അല്ലെ, പൊക്കിൾ കോഡ്സ് കൃത്യമായിട്ടും ഡ്രൈ ആയിട്ടും ക്ലീൻ ആയിട്ട് നിലനിർത്താനായിട്ട് സൂക്ഷിക്കുക. കുഞ്ഞിനെ നോക്കുന്ന കെയർ പ്രൊവൈഡേഴ്സ് ഒരു നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ കുഞ്ഞിനെ കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ അത്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ പെർസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണോ പെർസീവ് ചെയ്യാന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള അർത്ഥമുള്ളത് പെർസീവ്. അല്ല ചോദിച്ചേ, ഓക്കെ. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ലേബർ റൂമിനകത്ത് എന്തെങ്കിലും പ്രോട്ടോകോൾസ് ആവശ്യമാണോ? Entry to the labor room should be indirect, typically a buffer zone, required to be made possible to change of shoes, wear of mask and cap before getting into the labor room. Okay. Entry to the labor room should be indirect, typically a buffer zone. നമുക്കറിയാം ഇതൊരു ബഫർ സോൺ ആണ്. ബഫർ സോൺ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സാധാരണ ഒരു ഡിപ്പാർട്ട്മെന്റ്സ് പോലെയല്ല, ഇതൊരു പ്രത്യേകമായിട്ടുള്ള മേഖലയാണ് എന്താ ലേബർ റൂം എന്ന് പറയുന്നത് അല്ലെ. വിവിധ തരം പ്രത്യേകമായിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ബഫർ സോൺ എന്ന രീതിയിൽ അതിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? To be made if possible to change of shoes, wear of mask and cap before getting into the labor room. എന്താണ് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടത്? ലേബർ റൂമിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം? യെസ്, ഷൂസ് ചേഞ്ച് ചെയ്യുക. പിന്നെ എന്താ നിർബന്ധമായിട്ടും മാസ്കും ക്യാപ്സും ധരിച്ചിട്ട് വേണം അതിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട്. എന്തുകൊണ്ടാണ് ബഫർ സോൺസ് ആയതുകൊണ്ട്, പ്രത്യേക മേഖല ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കാൻ. ഓക്കെ, then entry to the labor room should be permitted only to the pregnant woman, her partner, doctor, nurse, ANM on duty and other supporting staff. Cleaning staff should be allowed periodic entry. ഇനി ആർക്കൊക്കെയാണ് ഇതിനകത്തേക്ക് പെർമിഷൻ ഉള്ളത്? ആർക്കൊക്കെ കയറാൻ സാധിക്കും? ഓക്കെ, നമുക്ക് അറിയാം, ഒന്ന് പ്രഗ്നന്റ് വുമൺ ആണ്. പിന്നെ ആരാണ്? ഹെർ ബർത്ത് പാർട്ട്ണർ. ബർത്ത് പാർട്ട്ണർ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഹസ്ബൻഡ് ആണ് അല്ലെ. ഓക്കെ, ഡോക്ടേഴ്സ്, നഴ്സ് ഓർ ANM. ANM ആരാണ്? ANM പഠിച്ചിട്ടുണ്ടല്ലോ. ANM ആരാണെന്ന്? ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്. ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് ആണ് കേട്ടോ. ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്. അതായത് നമ്മള് സ്റ്റാഫുകൾ കൂടാതെ അവിടെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരിക്കും. അതിന് മലയാളത്തിൽ നമ്മൾ എന്തോ സൂതകർമ്മിണികൾ എന്ന് പറയും. മലയാളത്തിൽ പറയുന്ന വാക്കാണ് ഓക്സിലറി നഴ്സ്, സൂതകർമ്മിണികൾ. ഓക്കെ, പിന്നെ അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ. ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് ആണ് ANM എന്ന് പറയുന്നത്. പിന്നെ ആരൊക്കെ ഉണ്ടാവും? അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ. അപ്പൊ പ്രധാനമായിട്ട് ആരൊക്കെയാണ് പ്രവേശനം? ഒന്ന് പ്രഗ്നന്റ് വുമണ്, ബർത്ത് പാർട്ട്ണർ, ഡോക്ടർ, നഴ്സ് ഓഫ് ANM ആൻഡ് അതർ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ. ഇനി ക്ലീനിങ് സ്റ്റാഫുകൾക്ക് നമ്മൾ എപ്പോഴാണ് എൻട്രി കൊടുക്കുന്നത്? പീരിയോഡിക് ആയിട്ടുള്ള എൻട്രി ആണ്. അതായത് നിശ്ചിത ഇടവേളകളിൽ മാത്രമേ ക്ലീനിങ് പർപ്പസസിന് വേണ്ടിയിട്ട്
എന്താണ് ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും അവർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ഓക്കെ, യെസ്. Then before getting to the room, slippers, cap and mask should be worn by all visitors, including the companion. ഇനി ആ പോയിന്റ് ഒന്ന് നോക്കിയേ. Before getting into the room, slippers, cap and mask should be worn by all visitors, including the companion. എന്താ പറയുന്നത്? ഇതിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിസിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് വേറെ ചെയ്യേണ്ടത് അവിടെ? ബൈസ്റ്റാൻഡേഴ്സ് ഉൾപ്പെടെ സ്ലിപ്പേഴ്സും ക്യാപ്സും മാസ്ക് ഒക്കെ ധരിച്ചിട്ട് വേണം അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഓക്കെ, യെസ്. Then any visits of people other than on duty staff, pregnant woman and birth companion to the labor room should be short and timed to the task, such as cleaning, etc. Any visits of people other than on duty staff, pregnant woman and birth companion to the labor room should be short and timed to the task. ഇതിനകത്തേക്ക് വിസിറ്റ് ചെയ്യുന്നതിന് നമുക്ക് സമയമുണ്ടോ? കൃത്യമായിട്ട് ഒരുപാട് സമയം ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റും നമുക്ക്? ഒരുപാട് സമയം അല്ല, ഒരു ഷോർട്ട് ടൈം പീരീഡിൽ മാത്രമല്ല ഇതിനകത്ത് നമുക്ക്, പ്രത്യേകിച്ച് കമ്പാനിയൻസ് ആണെങ്കിലും എന്താണ്, ഒരു ഷോർട്ട് ടൈം പീരീഡിൽ മാത്രമേ നമുക്ക് അതിനകത്ത് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ക്ലീനിങ് സ്റ്റാഫുകളാണെങ്കിൽ പോലും എന്താണ്, അവർക്കും ഒരു പ്രത്യേക ടൈം ഉണ്ട്. ആ ഒരു പ്രത്യേക ടൈമിനുള്ളിൽ മാത്രമേ, വളരെ കുറച്ച് ഷോർട്ട് ടൈം പീരീഡിൽ മാത്രമേ അവർക്കും അതിനകത്ത് പ്രവേശിക്കാനായിട്ട് സാധിക്കൂ. ഓക്കെ. Then male staff entry should be confined only those who are on duty or have been called for any accessories and fittings. They should be humble and gracious to dignity and privacy of the woman. Male staff entry. Male staffുകൾക്ക് ലേബർ റൂമിനകത്തേക്ക് എൻട്രി ഉണ്ടോ? ഇല്ലേ? എന്തുകൊണ്ടാ ഇല്ലാത്ത? എന്താ, ഏതൊക്കെ സമയത്താണ്? ഓൺ ഡ്യൂട്ടി അല്ലെ, എന്നല്ലെങ്കിൽ ഓൺ ഡ്യൂട്ടി, അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും തരത്തിൽ ആക്സസറീസ്, എന്തെങ്കിലും ഫിറ്റിംഗ്സ് ഒക്കെ ലേബർ റൂമിനകത്ത് എമർജൻസി സിറ്റുവേഷൻസ് ആയിക്കോട്ടെ. അല്ലാതെ മെയിൽ സ്റ്റാഫുകൾക്ക് അലൗഡ് ആവുന്നത് എപ്പോഴാണ്? അതിനകത്ത് എന്തെങ്കിലും എമർജൻസി എക്യുപ്മെന്റ്സുകൾ തകരാറുകൾ, എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അതിനകത്തേക്ക് ചിലപ്പോൾ പ്രവേശിക്കേണ്ടതായിട്ട് വരാം. എന്നിരുന്നാൽ കൂടിയും എങ്ങനെയായിരിക്കണം? മെയിൽ ഡോക്ടറാണ് സമ്മതിച്ചു. ഓക്കെ, അല്ലാത്തോട്ടെ ഡോക്ടേഴ്സിനല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മെയിൽ സ്റ്റാഫുകൾ വരാണെങ്കിൽ, അതായത് എന്തെങ്കിലും ആക്സസറീസ് ഉദ്ദേശിക്കുന്ന ലേബർ റൂമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തകരാറുകളോ റിപ്പയറിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് പുറത്തുനിന്ന് ഒരു സ്റ്റാഫ് നിർബന്ധമായിട്ട് വരേണ്ട ആവശ്യം ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ആര് തന്നെ വന്നാലും എന്താണ്, ഇപ്പൊ എക്യുപ്മെന്റ് ഡാമേജ് ചെയ്താൽ അത് റിപ്പയർ ആയിട്ട് ആരെങ്കിലും വരും അല്ലെ. ലേബർ പേഷ്യന്റിന്റെ, പ്രത്യേകിച്ച് ലേബർ വുമണിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലായിരിക്കണം അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, അവരോട് വളരെ ഹംബിൾ ആയിട്ട് ഗ്രേഷ്യസ് ആയിട്ടായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ സംസാരിക്കേണ്ടതല്ല, അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. മെയിൽ സ്റ്റാഫിന് എന്താണ് എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അതിനകത്തേക്ക് എൻട്രീസ് ഉള്ളൂ. പ്രത്യേകിച്ച് കയറുന്ന സമയത്ത് എന്താണ് അവരെപ്പോഴും വളരെ ഹംബിൾ ആയിട്ടായിരിക്കണം പ്രഗ്നന്റ് വുമൺസിനോട് ബിഹേവ് ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലായോ? the protocols for entry to the labor room. ഞാൻ കമന്റ് നോക്കട്ടെ. Then protocols for working in the labor room. Protocols for working in the labor room. ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. All the staff must wear personal protective at the time of performing delivery, and at all other times caps and masks must be worn.
എന്താ പറയുന്നത്, എല്ലാ സ്റ്റാഫുകളും നിർബന്ധമായിട്ടും PPE വെയർ ചെയ്യുക. പ്രത്യേകം നിർബന്ധമായിട്ട് എപ്പോഴാണ്, പ്രത്യേകിച്ച് ഡെലിവറി ടൈമില് നിർബന്ധമായിട്ടും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ PPE നിർബന്ധമായിട്ടും വെയർ ചെയ്യേണ്ടതാണ്. അല്ലാത്ത സമയത്തോ, ആൻഡ് അറ്റ് ഓൾ അതർ ടൈംസ് ക്യാപ്സ് ആൻഡ് മാസ്ക് മസ്റ്റ് ബി വോൺ. നിർബന്ധമായിട്ട് അല്ലാത്ത സമയത്ത് നമ്മള് മാസ്കും ക്യാപ്സും നിർബന്ധമായിട്ടും സ്റ്റാഫുകൾ ധരിക്കേണ്ടതാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. Then disposable sterile gloves should be used after accurate hand washing while examining or the delivery. Protocol for infection prevention, other hand sorting out and disposable in the bins should strictly be other, and the protocol poster should be wall mounted in the area where color coded bins are located. In disposable sterile gloves should be used after accurate hand washing. നമ്മള് sterile ഗ്ലൗസുകള് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് sterile ഗ്ലൗസുകള്? sterile ഗ്ലൗസുകൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കൈകൾ വൃത്തിയാക്കുന്നതിന് മുന്നാണോ ശേഷമാണോ? ഓക്കെ. അവിടെ പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഡെലിവറിക്ക് പെർഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി എന്താണ്, എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് കൈ കഴുകിയതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ഇനി പ്രോട്ടോകോൾ ഫോർ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, അതായത് നമ്മുടെ അണുബാധ നിയന്ത്രിക്കുന്നതിനുള്ള കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. അതില് ഏറ്റവും കൂടുതൽ നമ്മൾ പാലിക്കേണ്ടത് എന്തൊക്കെയാണ്? Sorting out and disposable in the bins should strictly be otherhead. The protocol poster should be wall mounted in the area where color coded bins are located. അപ്പോൾ ഇവിടെ ഇൻഫെക്ഷൻസ് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്തിരിക്കണം, വേസ്റ്റുകൾ നമ്മൾ നല്ല രീതിയിൽ സോർട്ട് ചെയ്യുക. ഇൻഫെക്ഷൻ കൺട്രോൾ വരാതിരിക്കാനായിട്ട് തന്നെ സോർട്ട് ചെയ്യുക. മാത്രമല്ല എന്താണ്, ഓരോ പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട് നമ്മൾ വാൾ മൗണ്ടഡ് ഏരിയാസിൽ എന്ത് കൊടുക്കും, കളർ കോഡ് ബിൻസുകൾ കൊടുക്കും. കളർ കോഡ് ബിൻസുകൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിന്നുകൾ കൊടുക്കുന്നത്. കളർ കോഡ് ബിന്നുകൾ എന്തിനു വേണ്ടിയിട്ടാണ് കളർ കോഡ് ബിൻസുകൾ കൊടുക്കുന്നത്? കർശനമായിട്ട് നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ വാൾ മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭിത്തികളില് വാൾ മൗണ്ടഡില് നമ്മൾ എന്ത് കൊടുക്കും, പോസ്റ്റേഴ്സുകൾ അല്ലെ. പോസ്റ്റേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുക? എന്തൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള പ്രോട്ടോകോൾസ് കാര്യങ്ങളൊക്കെ എന്താണ്, കളർ കോഡ് ചെയ്തിട്ടുള്ള ബിൻസിൽ കൃത്യമായിട്ട് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വേസ്റ്റ് മാനേജ്മെന്റില് എന്താ പറയുന്നത്, ഇൻഫെക്ഷൻ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് കൃത്യമായി നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ, അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പാലിക്കണം എന്നുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിനകത്തുള്ള സ്റ്റാഫുകൾ. ഓക്കെ. യെസ്. ഇവിടെ പറയുന്ന പ്രത്യേകിച്ച് സ്റ്റാഫുകൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രോട്ടോകോൾസ് ആണ് ഇവിടെ പറഞ്ഞത്. രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്നെന്താണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയർ നിർബന്ധമായിട്ടും ധരിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, അല്ലാത്ത സമയങ്ങളിൽ അത് ഡെലിവറി ടൈമിൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അല്ലാത്ത സമയത്ത് എന്താണ്, ക്യാപ്സും മാസ്കും നിർബന്ധമായിട്ട് ധരിച്ചിരിക്കുക. പിന്നെ ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസുകൾ നമ്മള് പേഷ്യന്റിന് ഡെലിവറി ടൈമിൽ അല്ലെങ്കിൽ എക്സാമിൻ സമയത്ത് എന്താണ്, കൈ കഴുകിയതിനു ശേഷം മാത്രമായിരിക്കണം സ്റ്റെറൈൽ ഗ്ലൗസുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അണുബാധ തടയുന്നതിനുള്ള എല്ലാത്തരം പ്രോട്ടോകോൾസുകൾ നമ്മൾ പാലിക്കുക. അതിനെ നല്ല രീതിയിൽ സോർട്ട് ചെയ്യുക. വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, ആ ഒരു പോസ്റ്റർ കോഡിൽ അല്ലെങ്കിൽ വാൾ മൗണ്ടഡ് ഏരിയാസിൽ നമ്മൾ എന്താണ് കളർ കോഡ് ചെയ്തിട്ടുള്ളതായിരിക്കും, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ. യെസ്. ഇതില് ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്യുക. സെക്കൻഡ് പോയിന്റില് ഈ ഒരു പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഡിസ്പോസിബിൾ സ്റ്റെറൈൽ ഗ്ലൗസസ് മുതൽ ഡെലിവറി വരെ ആ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക. അത്രയും ഭാഗം നിങ്ങൾ പഠിച്ചാൽ മതി.
Disposable sterile gauze should be used after accurate hand washing while examining on the delivery. Okay. Yes. The last chapter, last ഭാഗമാണ് supervision for quality of care in the labor room. Supervision for quality of care in the labor room. എന്താണ് സൂപ്പർവിഷൻ ചെയ്യാന്ന് പറയുന്നത്? എന്ത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നത്? എന്ത് നിലനിർത്താനാണ്? ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെ? ഒരു ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ അതിനെ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ലേബർ റൂമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിലുള്ള സൂപ്പർവിഷൻസ് ആണ് അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഷുഡ് ഹാവ് എ നീറ്റ്നെസ് ചെക്ക്ലിസ്റ്റ് ഫോർ ഇവാലുവേഷൻ ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ആൻഡ് സൈൻഡ് ബൈ ദ സൂപ്പർവൈസർ ഹു കോണ്ടാക്ട്സ് എ വിസിറ്റ് ഓഫ് ദ ലേബർ റൂം. ഓക്കെ, അപ്പൊ ഒരു നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് ലേബർ റൂമിനകത്തുള്ള നീറ്റ്നെസ്സിനെ കുറിച്ചിട്ട് അല്ലെ, അത് നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട് വാർഡ് അല്ലെങ്കിൽ റൂംസ് അല്ലെങ്കിൽ ലേബർ റൂമുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയാസിലെ നീറ്റ്നെസ് എങ്ങനെയാണ് അത് ആദ്യം നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് നിർണ്ണയിച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യും. അത് ആരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ലേബർ റൂം സൂപ്പർവൈസർ ആയിരിക്കും അല്ലെ. ഓക്കെ, അതായത് ലേബർ റൂം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് രീതിയിൽ ആ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ നീറ്റ്നെസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, യെസ്. ഇവാലുവേഷനിൽ പ്രോപ്പർ ആയിട്ടാണ് നീറ്റ്നെസ് ഒക്കെ തുടരുന്നെങ്കിൽ, നീറ്റ്നെസ് നിലനിർത്തുന്നെങ്കിൽ എന്താണ്, നല്ല രീതിയിലാണെന്നുള്ളതാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല, അതിൽ കൃത്യമായിട്ട് രീതിയിൽ സൈൻ ചെയ്യും. അല്ലാത്ത പക്ഷം എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നീറ്റ്നെസ് ഇല്ല എന്നാണെങ്കിൽ എന്താണ്, ഒന്നുകൂടി അദ്ദേഹം അതിനെ സൂപ്പർവൈസ് ചെയ്തിട്ട് ക്ലീനിങ് സ്റ്റാഫുകളോട് കൃത്യമായിട്ട് രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തതിനു ശേഷം എന്താണ് പിന്നീട് നെക്സ്റ്റ് ടൈം മുതൽ എന്തായിരിക്കും കുറച്ചുകൂടി ആ നീറ്റ്നെസ് ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലായിരിക്കും അവിടെ പെർഫോമൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, then second one, the facility in charge should visit labor room twice during each week. The facility in charge should visit labor room twice during each week. Facility in charge, അതായത് ലേബർ റൂം ഫെസിലിറ്റി ഇൻ ചാർജ് ഉള്ള വ്യക്തി ലേബർ റൂം എത്ര പ്രാവശ്യമാണ് വിസിറ്റ് ചെയ്യുന്നത്? 2 പ്രാവശ്യം. ആഴ്ചയിൽ 2 പ്രാവശ്യം ലേബർ റൂം ഇൻചാർജ് ഉള്ളവരെ ലേബർ റൂം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്. Then the OBG or MBO. OBG എന്ന് പറയുന്നത് എന്താണ്? OBG എന്താണ്? Obstetrics and Gynecology. MBO എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെറ്റേണിറ്റി യൂണിറ്റ് കേട്ടോ. അപ്പൊ OBG അല്ലെങ്കിൽ മെറ്റേണിറ്റി യൂണിറ്റ് ഇൻചാർജ് ഉള്ള വ്യക്തി, ഇൻചാർജ് ഓഫ് ദ ലേബർ റൂം ഈസ് റിപ്പോർട്ട് വിത്ത് ദ ലേബർ റൂം ട്വൈസ് എവറി ഡേ. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി അല്ലെങ്കിൽ MBO എന്താണ്? മെറ്റേണിറ്റി യൂണിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻചാർജ് ഉള്ള OBG ഇൻചാർജ് ഉള്ള വ്യക്തി ലേബർ റൂം എത്ര പ്രാവശ്യം വിസിറ്റ് ചെയ്യണം? ദിവസത്തിൽ 2 പ്രാവശ്യം, എവറി ഡേ ട്വൈസ് ലേബർ റൂം കൃത്യമായിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Okay, then the nursing supervisor or nursing charge should visit at least once in every shift. The nursing supervisor or nursing charge should visit at least once in every shift. Nursing supervisor ഓരോ ഷിഫ്റ്റിനും അല്ലെ ഒരു പ്രാവശ്യമെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് വരുന്ന ഒരു പ്രാവശ്യമെങ്കിലും എന്താണ് ലേബർ റൂം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Then the supervisor should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. ഇനി സൂപ്പർവൈസറിന്റെ മറ്റൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? Analyze the availability of essential supplies. എന്താണ് analyze the availability of essential supplies എന്ന് പറയുന്നത്? എന്താണ് പറയുന്നത്? എസൻഷ്യൽ സപ്ലൈസസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ലേബർ റൂംസിനകത്തുള്ള എല്ലാത്തരം മെറ്റീരിയൽസ്, എല്ലാത്തരം റിസോഴ്സസുകളും കൃത്യമായിട്ട് ലഭ്യമാകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ടൈംലി മാനറിൽ തന്നെയാണോ അവിടെ ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, ആവശ്യാനുസരണം സാധനങ്ങളുടെ അവൈലബിലിറ്റി, റിസോഴ്സ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് ആര് ചെക്ക് ചെയ്യുന്നുണ്ട്? സൂപ്പർവൈസർ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അത് അനലൈസ് ചെയ്തിട്ട് ശേഷം ഇല്ലാത്ത സാധനങ്ങൾ, ഇല്ലാത്ത മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി അദ്ദേഹം ആയിരിക്കും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്.
Okay. Yes. Then sixth point, every month a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. They should ponder on ways to improve the quality in the labor room. Feedback of supportive supervision should also be shared during these meetings. ഇനി എല്ലാ മാസവും ലേബർ റൂമിൽ, അതായത് എവറി മന്തില് കൃത്യമായിട്ടുള്ള റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്താണ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്നത്? എന്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെ പ്രത്യേകിച്ച് ഫെസിലിറ്റീസും സ്റ്റാഫുകളുടെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ഒരു റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, ലേബർ റൂം പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഡിസ്കഷൻ ആണ് അവിടെ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്കഷൻസിലാണ് എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അല്ലെ അവര് കൃത്യമായിട്ട് ഫീഡ്ബാക്സുകൾ കൊടുക്കും. അതായത് എന്താണ് പോരായ്മകൾ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും സപ്ലൈസിന്റെ കുറവോ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ കുറവോ അല്ലെങ്കിൽ നീറ്റ്നസ് കുറവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഫീഡ്ബാക്സ് കൊടുക്കുന്നതിനനുസരിച്ച് എന്താണ് പിന്നീട് അത് അടുത്ത ആ ഒരു മീറ്റിംഗിൽ അതുമായി ബന്ധപ്പെട്ട് അത് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും, അവിടെ കുറെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സ് അവിടെ സ്വീകരിക്കും. ഓക്കെ, അപ്പൊ ഓരോ റിവ്യൂ മീറ്റിംഗ്സും അറേഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലേബർ റൂമിന്റെ അല്ലെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മാസവും നമ്മൾ ഒരു റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിൽ പറയുന്ന ശുപാർശകൾ അനുസരിച്ചിട്ടായിരിക്കും, അല്ലെ അതിൽ പറയുന്ന പോരായ്മകളായിരിക്കുള്ളൂ പിന്നീട് അതിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് അടുത്ത ആ ഒരു മീറ്റിംഗിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തത്. ഓക്കെ, യെസ്, ഒന്നുകൂടി ഒന്ന് നോക്കാം കേട്ടോ. സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് ദ കെയർ ഇൻ ദ ലേബർ റൂം എന്താ പറയുന്നത്? ഒരു സൂപ്പർവൈസർ ആയിരിക്കുള്ളൂ നീറ്റ്നസുമായി ബന്ധപ്പെട്ട് ഇവാലുവേഷൻ ചെക്ക് ചെയ്യുന്നത്, അല്ലെ ഇവാലുവേറ്റ് ചെക്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് നീറ്റ്നസുമായി ബന്ധപ്പെട്ട ലേബർ റൂം ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ലേബർ റൂം ഫെസിലിറ്റി ഇൻചാർജ് ലേബർ റൂം ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ OPG ഇൻചാർജ് അല്ലെങ്കിൽ MU ഇൻചാർജ് ഉള്ള വ്യക്തി ദിവസത്തില് 2 പ്രാവശ്യമെങ്കിലും ലേബർ റൂം വിസിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തി അവരുടെ ഓരോ ഷിഫ്റ്റ്സിലും 1 പ്രാവശ്യമെങ്കിലും എന്താണ് ലേബർ റൂം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ സൂപ്പർവൈസേഴ്സ് എന്താണ് റിസോഴ്സ് അവൈലബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനലൈസ് ചെയ്യുന്നത്. അതായത് എന്ത് റിസോഴ്സസ് സപ്ലൈസസ് കുറവുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ടൈംലി മാനറിൽ എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതും സൂപ്പർവൈസേഴ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഓരോ മാസവും എന്താണ് ഒരു റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യും. അതായത് എന്തിനു വേണ്ടിയാണ് റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നത്? ലേബർ റൂമിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിവ്യൂ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആ പോയിന്റ്സ് അത്രയേ ഉള്ളൂ. മനസ്സിലായോ? പറഞ്ഞ 6 പോയിന്റ്സും ഒക്കെയാണോ? യെസ്. Labor rooms should thus provide standardized and high quality services during childbirth. Control of infection and safely are also vital factors looked into the labor room. ലേബർ റൂം ഇത്രയും പഠിച്ചതിന് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണ്? ഏറ്റവും നല്ലൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി സർവീസസ് ആണ് ലേബർ റൂം പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? അതായത് ഇവിടെ എന്താ പറയുന്നത്? പ്രസവ സമയത്തും അല്ലെങ്കിൽ ന്യൂ ബോൺ കെയറിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് കെയർ ആണ്. പ്രത്യേകിച്ച് അണുബാധ നിയന്ത്രിക്കുന്നതിന് മറ്റു കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവ് സിസ്റ്റം പോലെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ഒരു എന്താണ് ഒരു ഡെലിവറി പീരീഡും അല്ലെങ്കിൽ കുഞ്ഞു അതേപോലെ തന്നെ ചൈൽഡ് ബർത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് എന്താണ് നല്ല രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ നല്ലൊരു സർവീസസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ലേബർ റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അണുബാധ നിയന്ത്രിക്കുന്നതിനും സുരക്ഷയും ലേബർ റൂമിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങളാണ്. ആ ഘടകങ്ങളെല്ലാം തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ആ ലേബർ റൂം ഡിപ്പാർട്ട്മെന്റ്സിൽ കൃത്യമായിട്ട് കെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ പഠിച്ചത്. നോക്കി, ഈ 3 പോയിന്റ്സിൽ പറയുന്നത്, ഒന്ന് നീറ്റ്നെസ്സുമായി ബന്ധപ്പെട്ട് അവര് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. അതേപോലെ തന്നെ ഓരോ ഫെസിലിറ്റി ഇൻചാർജ് 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യും. അതേപോലെ MU അല്ലെങ്കിൽ OPG ഇൻചാർജ് ഉള്ള വ്യക്തി അവരെന്താണ് അവർ 2 പ്രാവശ്യം അല്ലെ അവര് ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇൻചാർജിലുള്ളവരെ ഈ നഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് അവരുടെ ഓരോ ഷിഫ്റ്റിലും കൃത്യമായിട്ട് എന്താണ്
അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ 4 രീതിയിലാണ് അവിടെ ഇവിടുത്തെ മെയിൻ സ്റ്റാഫുകൾ തന്നെ, മെയിൻ ഇൻചാർജ് ഉള്ളവർ തന്നെ അതിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ, നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി സർവീസസ് ആണ് അവരോട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒപ്പം തന്നെ എന്താണ് കൃത്യമായ രീതിയിലുള്ള അണുബാധ നിയന്ത്രണവും ഉറപ്പുവരുത്തുന്നു. OBG എന്താന്ന് ഫസ്റ്റ് മുതൽ നമ്മൾ പഠിച്ചല്ലോ. OBG എന്താണ്? ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. MU എന്താണ്? മെറ്റേണിറ്റി യൂണിറ്റ്. ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇതിൽ നിന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് സംശയം ഉണ്ടോ ഒന്ന് മറിച്ചു നോക്കിയേ. എന്തെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് നോക്കിയേ. ആരാണ് പെർസീവിന്റെ മീനിങ് കിട്ടിയോ? എനിക്ക് പെർസീവ് എന്നുള്ളതിന്റെ മീനിങ് കിട്ടിയോ? യെസ്, എന്താണ് കിട്ടിയത്? എനിക്ക് ഇതിലുള്ളൊരു കുഞ്ഞിനെ നിരീക്ഷിക്കുക അല്ലെങ്കിൽ കാണുക കേട്ടോ. ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് മലയാളം മീനിങ്. ഓക്കെ, നിശ്ചിതമായ ഇന്റർവെൽസിൽ കെയർ പ്രൊവൈഡേഴ്സ് ന്യൂബോൺ ബേബീസിനെ പരിചരിക്കുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എണ്ണം എന്താണ്? ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്. ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്, സൂതകർമ്മിണികൾ, സപ്പോർട്ടിംഗ് സ്റ്റാഫുകളെ പോലെ തന്നെ ഉണ്ടാകുന്ന മറ്റ് സ്റ്റാഫുകളാണ് ഓക്സിലറീസ് മിഡ്വൈഫ്, ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ LGR കോംപ്ലക്സിലുള്ള ഓരോ സോൺസും പഠിക്കണം കേട്ടോ. എളുപ്പമാണ്, അതിന് പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് മെയിൻ എക്സാമിന് കേട്ടോ. അതൊന്ന് നോക്കി പോവാം. ബാക്കി ചാപ്റ്റർ വലിയ കുഴപ്പമില്ലല്ലോ, എളുപ്പമല്ലേ നിങ്ങൾക്ക്? എളുപ്പമല്ലേ? നെക്സ്റ്റ് നമ്മൾ റേഡിയോളജി ആൻഡ് ഇമാജിനറി സർവീസസ് ആണ്. അതാരും എടുത്തിട്ടില്ലല്ലോ റേഡിയോളജി ആൻഡ് ഇമാജിനറി സർവീസ്. ആ മെയിൻ എക്സാമിന് ഓരോ മൊഡ്യൂൾ വൈസ് ആയിരിക്കും എക്സാം. ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂൾ, അങ്ങനെ. നിങ്ങൾ ഗൈഡ് വാങ്ങിച്ചോ എല്ലാവരും? ഗൈഡ്, എക്സാം ഗൈഡ് വാങ്ങിച്ചോ? ഇവിടെ മെയിൻ എക്സാമിന് ഗൈഡിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പൊ അത് പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് 1 and 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും. അതായിരിക്കുള്ളൂ ആദ്യം വരുന്നത്. 3 and 4 കഴിയുന്ന സമയത്ത് 3 and 4ന്റെ ഇതേപോലെ 1 and 2 കഴിഞ്ഞ പോലെ തന്നെ ഒരു എക്സാം ഉണ്ടാവും. പിന്നെ ഒരൊറ്റ മെയിൻ എക്സാം, അതായത് ഓരോ മൊഡ്യൂൾ വൈസ് മെയിൻ എക്സാം ആയിരിക്കും. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓരോ മൊഡ്യൂൾ വൈസ് ഓരോ ദിവസം ഒരു എക്സാം കേട്ടോ. ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂൾ ഒരുമിച്ച്, അതേപോലെ 3ഉം 4ഉം ഒരുമിച്ച്. മെയിൻ എക്സാം ആണ് ഓരോ മൊഡ്യൂളുകൾ സെപ്പറേറ്റഡ് ആയിട്ട്. മനസ്സിലായോ? അത് ആ സമയമാകുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു. ശരി, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.